കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേ പ്രസംഗത്തിൽ ഇടം പിടിച്ച് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനം. ഹൈറേഞ്ചിന്റെ കുടിയേറ്റ പാദമുദ്രകൾ പതിഞ്ഞ മണ്ണിൽ മനോഹരമായ ഭൂപ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് സുസ്ഥിര വികസനത്തിന്റെയും കമ്മ്യൂണിറ്റി ശാക്തീകരണത്തിന്റെയും പ്രതീകമാണ്. പരിസ്ഥിതി സംരക്ഷണത്തിനൊപ്പം സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുമാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പാക്കുന്നതെന്ന് ധനകാര്യമന്ത്രി സർവേ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. 4600-ലധികം വീടുകളിലും 500 സ്ഥാപനങ്ങളിലും ഹരിത കർമ്മസേന വോളണ്ടിയർമാരുടെ സേവനം ലഭ്യമാണ്. ഇതിലൂടെ 30ഓളം സ്ത്രീകൾക്കാണ് തൊഴിൽ ലഭിക്കുന്നത്. ഇവർ ഓരോരുത്തർക്കും പ്രതിമാസം 10,000 രൂപ വീതം വരുമാനവും ഉറപ്പാണ്. പഞ്ചായത്തിലെ 85% വീടുകളിൽ നിന്നും 90% സ്ഥാപനങ്ങളിൽ നിന്നുമാണ് പ്രതിമാസം 2,50,000 രൂപയാണ് ഉപഭോക്തൃ ഫീസ് ഇനത്തിൽ പിരിച്ചെടുക്കുന്നത്. ശേഖരിക്കുന്ന മാലിന്യങ്ങൾ 18 വിഭാഗങ്ങളായി സൂക്ഷ്മമായി വേർതിരിച്ച് അവസാനഘട്ട സംസ്കരണത്തിനായി സ്വകാര്യ ഏജൻസികൾക്കും റീസൈക്ലിംഗ് കമ്പനികൾക്കും കൈമാറും. മാസം തോറും ശേഖരിക്കുന്ന 4 ടൺ പ്ലാസ്റ്റിക് വസ്തുക്കളും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടും. സമീപനം, സഹകരണം, നവീകരണം, ശാക്തീകരണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും ഉദാഹരണമാണെന്ന് നിർമ്മല സീതാരാമൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണം കാണുന്നതിനും പഠിക്കുന്നതിനുമായി നിരവധി പഞ്ചായത്തുകളും നഗരസഭകളും ഇവിടേക്ക് പഠനയാത്ര നടത്തിയിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ പറഞ്ഞു. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഹരിതകർമ്മ ടീമാണ് നിലവിലുള്ളത്. അവരുടെ പ്രവർത്തനം ഏറ്റവും മാതൃകാപരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഈ പ്രവർത്തനത്തിനും ഈ അംഗീകാരത്തിനും പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരി ആളുകളുണ്ട്. ഹരിതകർമ്മ സേനാ അംഗങ്ങൾ, അതുപോലെ തന്നെ മുൻ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ജിൻസൺ വർക്കി, അതുപോലെ ജിഷ ഷാജി, വൈസ് പ്രസിഡന്റുമാരായ മിൻസി ജോണി, അതുപോലെ തന്നെ സിനി ടീച്ചർ, ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് രജനി സജി അടക്കമുള്ള ആളുകളും 14 ഭരണസമിതി അംഗങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഹരിതകർമ്മ സേനാ അംഗങ്ങളും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത്. അതുപോലെ ഇതിൻ്റെ കോർഡിനേറ്റർ എബി അടക്കമുള്ളവർ. മാത്രമല്ല, ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്ക് മറ്റൊരു പഞ്ചായത്തിലും ഇല്ലാത്ത രീതിയിൽ അവർക്ക് സ്വന്തമായ ഒരു വരുമാനം 10,000 മുതൽ 25,000 രൂപ വരെ വരുമാനം നേടുന്ന രീതിയിൽ അവർക്ക് സ്വന്തമായൊരു തൊഴിലവസരം ഈ രീതിയിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മാറി മാറി വന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എല്ലാം മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ പഞ്ചായത്തിനെ വേറിട്ടതാക്കി. വിവിധ മാലിന്യ നീക്ക പ്രവർത്തനങ്ങൾക്കൊപ്പം ഇരട്ടയാർ ഡാമിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യമടക്കം ഹരിത കർമ്മസേനയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു വരുന്നുണ്ട്. ഹരിത കേരള മിഷന്റെ മാതൃകാ പൈലറ്റ് പഞ്ചായത്ത് കൂടിയാണ് ഇരട്ടയാർ. കേരളത്തിന് തന്നെ മാതൃകാപരമായ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് കാഴ്ചവയ്ക്കുന്നത്.